ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവിൻ്റെ 16ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട്, ആളുടെ പേര് പൊന്നു എന്നാണ്, നെയിം ഒന്ന് ചാനലിൽ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പൊന്നു, ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമുക്കിത് എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ വാങ്ങാണെങ്കിൽ ഷീഷോങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ഓഫീസിലേക്ക് വരുന്നതും കാണിച്ചായിരുന്നു എപ്പിസോഡ് ഉണ്ടായത്. ഈ ഒരു എപ്പിസോഡിൽ വാങ്ങ് വന്നിട്ട് ഹായ് എൻ്റെ പേര് വാങ്ങ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഷീഷോങ്ങും അവനെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ വാങ്ങാണെങ്കിൽ ആഹാ ഭയങ്കര വെറൈറ്റി നെയിമാണല്ലോ എന്നൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങ് എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വാങ്ങാണെങ്കിൽ അത് പിന്നെ എൻ്റെ വീട്ടിലെത്തേക്ക് കുറച്ച് ഇൻറ്റീരിയർ ഡിസൈനായിട്ട് സംഭവങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളുടെ കമ്പനി അതെനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ് ഷീഷോങ്. അപ്പോൾ ഇതൊരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയല്ല, ഇതൊരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനിയാണെന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങ് അത് രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് സീരിയസ്ലി ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ശരിക്കും ചെങ്ങുവിന് ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പറയുമ്പോഴത്തേക്കും വാങ്ങ് ആ ഒരു വിഷയം മാറ്റി വിട്ടിട്ട് നീയാണെങ്കിൽ ചെങ്ങിൻ്റെ ഷർട്ടാണ് ഇട്ടേക്കുന്നത്, അവനിപ്പോഴും മുമ്പത്തെ പോലെ തന്നെയാണല്ലോ, ബ്ലാക്ക് കളറാണല്ലോ ഇപ്പോഴും ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നിനക്കതൊക്കെ പണ്ടേ വന്നിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് വാങ്ങ പറയുന്നുണ്ട്, നിനക്കറിയോ ചെങ്ങ് ശരിക്കും റിലേഷൻഷിപ്പിലാകുമ്പോൾ എങ്ങനെയാണെന്ന്. അവനാണെങ്കിൽ എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. നമ്മൾ എന്ത് ചെയ്താലും അവൻ ജലസാവും, ദേഷ്യപ്പെടും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഞാൻ അവന് വഴക്കുണ്ടായ ടൈമിന് അവൻ കത്തി വരെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിലുള്ള ചെറിയൊരു മുറിവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഷീഷോങ് അതൊക്കെ കണ്ടിട്ട് ഈ കാര്യത്തിൽ നീ എൻ്റെ സീനിയർ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സോഫയിലേക്ക് ചെന്നിരിക്കുകയാണ്. വാങ്ങപ്പോൾ അവിടെ ഇരുന്നൊരു സ്റ്റിക്കി നോട്ടിൽ അവൻ്റെ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് ഇതാണ് എൻ്റെ അഡ്രസ്സ്, നീയാണെങ്കിൽ ഫ്രീ ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നേക്കുക, വന്നിട്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് എൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റിയെന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നൈറ്റ് ഷീഷോങ്ങും ചെങ്ങും ഒരുമിച്ച് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെങ്ങ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഉറങ്ങാത്തേന്ന്. ആ ടൈമിന് ഷീഷോങ്ങ് ഒന്നുമില്ല, അവനെൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്, പേരൊന്നും പറയുന്നില്ല, അവനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അപ്പം തന്നെ ചെങ്ങ് ആര് നിന്നെ കാണാനായിട്ട് വാങ്ങ് വന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ പേര് പോലും പറഞ്ഞില്ല, എന്നിട്ട് പോലും അവൻ വാങ്ങാണെന്ന് ചെങ്ങ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുത്തല്ലോ എന്ന്. ആ ടൈമിന് ഷീഷോങ്ങ് അതേന്ന് പറയുന്നുണ്ട്. ആ ടൈമിൻ്റെ ചെങ്ങ് പറയുന്നുണ്ട് ഞാനും അവന് തമ്മിൽ സത്യമായിട്ട് ഒന്നുമില്ല, ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്ന് പറയും. ഷീഷോങ്ങ് എനിക്കിതിനെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. ചെങ്ങ് ആ ടൈമിന് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു സ്കൂൾ റീയൂണിയൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷീഷോങ്ങ് മറുപടിയൊന്നും കൊടുക്കുന്നില്ല, തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ചെങ്ങ് ആ ടൈമിന് ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഷീഷോങ്ങ് പോവാതെയൊന്നും ഇരിക്കണ്ട, നീ പോയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ഇല്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ ഷീഷോങ്ങ് വെറുതെ ഒരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കളയാൻ നിൽക്കണ്ട, സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സിനെ ഒന്നും വിട്ട് കളയണ്ട, അവർക്ക് നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനോട് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് ഞാൻ ചിലപ്പോൾ വരാനായിട്ട് ലേറ്റായിരിക്കും, നീയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അമ്മയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അവനും അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഷീഷോങ്ങ് വാങ്ങിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. വാങ്ങ് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന പാസ്വേഡ് എല്ലാം തന്നെ എഴുതി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഷീഷോങ്ങ് നേരെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വീടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൻ ചെല്ലുമ്പോൾ തന്നെ അവൻ ഫുള്ളൊന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെ പുതിയ സാധനങ്ങളാണ് അവിടെ വയ്ക്കാനായിട്ട് കൊള്ളാമെന്നുള്ളതെന്ന്. അങ്ങനെയൊക്കെ നോക്കി നോക്കി ഇങ്ങനെ വരുന്ന ടൈമിന് അവിടെ വാങ്ങിൻ്റെ ലാപ്ടോപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. അതിൽ ചെങ്ങു വാങ്ങ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അവനാണെങ്കിൽ അത് നോക്കുന്നുണ്ട്. എന്നിട്ട് ബാക്ക് എടുക്കാനായിട്ട് നോക്കുമ്പോൾ അത് പെട്ടെന്ന് പ്ലേ ആവുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ ആണെന്ന്. അത് പ്ലേ ആകുമ്പോഴത്തേക്കും വാങ്ങും ചെങ്ങും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചെങ്ങുവാണ്. അതിൽ ചെങ്ങു പറയുന്നുണ്ട് ഇതൊരു റൊമാൻസ് ഒക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഷീഷോങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്തവൻ ഇങ്ങനെ ബാക്ക് എടുക്കുമ്പോഴത്തേക്കും 1-2 വീഡിയോ ഒന്നുമല്ല, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൽ ചെങ്ങും വാങ്ങും മാത്രമല്ല ആ വീഡിയോക്കകത്ത് ചെങ്ങിയും ഉണ്ടായിരുന്നു. അത് കണ്ട് ഷീഷോങ് വിചാരിക്കുന്നുണ്ട് ചെങ്ങും വാങ്ങും മാത്രമായിട്ട് ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും ഇല്ലേന്ന്. അങ്ങനെ അവൻ പ്ലേ ചെയ്ത് പോകുമ്പോഴാണ് ഒരു വീഡിയോയിൽ വാങ്ങാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്തും ചെങ്ങുവിൻ്റെ അടുത്തും കൂടെ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുമെന്ന്. അത് കേട്ടോണ്ടേ തന്നെ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഷീഷോങ്ങിന് ഭയങ്കര ഷോക്കാവാണ്. അവൻ വിചാരിച്ചു പോകുന്നുണ്ട് സത്യത്തിൽ ഇവർ മൂന്നിനും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അതിൽ വാങ്ങാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ചെങ്ങിൻ്റെ അടുത്ത് നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം, എന്നെയാണോ ചെങ്ങുവിനെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൽ ഉറക്കത്തിൽ ചെങ്ങുവാണെന്ന് ഇവ ഇങ്ങനെ പറയുന്നുണ്ട്. വാങ്ങാണെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെങ്ങിനോട് ഓപ്പണായിട്ട് തന്നെ ഞാനാണോ ഇമ്പോർട്ടൻറ്റ് ചെങ്ങുവാണോ നിനക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാനും മറുപടി പറയാതെ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഷീഷോങ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു വീഡിയോസ് എല്ലാം ഷീഷോങ് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ് ആണെങ്കിൽ അവൻ്റെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ നിൽക്കുന്ന ടൈമിനാണ് ആ വീട്ടിൻ്റെ അകത്തേക്ക് മറ്റ് 2 പയ്യന്മാർ കയറി വരുന്നത്. അതിലൊന്ന് വാങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ ഷീഷോങ് മീറ്റ് ചെയ്യാൻ പോയപ്പോൾ കണ്ട പയ്യനായിരുന്നു. അത് ആക്ച്വലി വാങ്ങിൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആ ഒരു പയ്യനും പിന്നെ മറ്റൊരു പയ്യനും കൂടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഷീഷോങ് പറയുന്നുണ്ട് ഞാനിങ്ങനെ വാങ്ങ് വിളിച്ചിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ വന്നതാണെന്ന്. ആ ടൈമിന് വാങ്ങിൻ്റെ ചേട്ടൻ വാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷീഷോങ് അവൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വാങ്ങിൻ്റെ ചേട്ടനും കൂടെ വന്ന ഒരു പയ്യനും ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാണ്. ഇവൻ നോക്കുമ്പോഴത്തേക്കും വാങ്ങിൻ്റെ ചേട്ടൻ ആ ഒരു
എന്നെ ചാറ പറ നടിക്കുന്നുണ്ട്. ആ പയ്യൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടോണ്ട് നിന്നിട്ട് ഷീശോങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ബോക്സിങ് പഠിപ്പിച്ച് തരാമോ? ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, എനിക്ക് അയാളെ ഇടിക്കണമെന്നുണ്ടെന്ന്. ആ ടൈമിന് വാങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ, നീയാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടിയല്ലേ, പട്ടിക്കുട്ടിക്ക് തിരിച്ച് റിവഞ്ച് കാണിക്കണമെങ്കിൽ ഓണറിൻ്റെ അടുത്ത് സംസാരിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അടുത്ത തവണ വരുമ്പോൾ തൊട്ട് ഞാൻ നിന്നെ ബോക്സിങ് പഠിപ്പിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഷീശോങ് തിരിച്ച് നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ചെങ്ങ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ചെങ്ങാണെങ്കിൽ ഷീശോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ലേറ്റായെന്ന്. ഷീശോങ് അപ്പോൾ ഞാൻ ഇതുപോലെ വാങ്ങിൻ്റെ വീട്ടിലേക്ക് ചെന്നായിരുന്നു, വാങ്ങി ഇതുപോലെ കമ്പനിയിൽ വന്നിട്ട് ഇന്ന സംഭവങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ പോയതാണ്. അവിടെ വെച്ചിട്ട് ഞാൻ വാങ്ങിൻ്റെ ചേട്ടനെ കണ്ടു. വാങ്ങിൻ്റെ ചേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് കറക്റ്റ് അറിയത്തില്ല, കുറച്ച് പേര് പറയുന്നു സ്പെഷ്യൽ ഫോഴ്സിൽ എന്തോ ആണെന്ന്, വേറെ ആരൊക്കെയോ പറയുന്നുണ്ട് ആൾ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഷീശോങ് ആണെങ്കിൽ, ഞാനാണെങ്കിൽ വാങ്ങിൻ്റെ ചേട്ടൻ്റെ അടുത്ത് എന്നെ ബോക്സിങ് പഠിപ്പിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. ആൾ നെക്സ്റ്റ് ടൈം തൊട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൾ പൊളിയാണ്, ആൾ നല്ല പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങിന് ജലസും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. ആ ടൈമിന് ഷീശോങ് പറയുന്നുണ്ട്, ബോക്സിങ് പഠിച്ചു കഴിയുമ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അമ്മേനെ പൊന്നു പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങ് ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം ഷീശോങ്ങിൻ്റെ അമ്മയുടെ വയ്യായികയും അവർക്കിനി ഒത്തിരി കാലം ഇല്ലെന്നുള്ള കാര്യം ഇവനറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വന്ന ദേഷ്യമെല്ലാം മാറിയിട്ട് ചെങ്ങിനങ്ങ് സങ്കടം ആവാൻ തുടങ്ങാണ്. ആ ടൈമിന് ഷീശോങ് ആണെങ്കിൽ, ഞാൻ വാങ്ങിൻ്റെ ചേട്ടനെ പറ്റി ഇത്രയും പറയുകയും പിന്നെ അവിടെ ബോക്സിങ് പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ദേഷ്യമൊന്നും വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ ഷീശോങ്ങിൻ്റെ അമ്മയുടെ കാര്യം ഓർത്തുകൊണ്ടിരുന്നോണ്ട് തന്നെ, ഇല്ല നീ പോയി പഠിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ മറുപടി ഷീശോങ്ങിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം വാങ് അവൻ്റെ കമ്പനിയിലേക്ക് വന്ന ടൈമിന് വാങ് ഷീശോങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെങ്ങാണെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവായിരുന്നു, എപ്പോഴും ജലസാവും ദേഷ്യമാവും എന്നൊക്കെ. എന്നാൽ ഷീശോങ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവനാണെങ്കിൽ ജലസാവുകയും ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഷീശോങ് ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടായിരിക്കും വാങ്ങിനെ ചെങ്ങ് സ്നേഹിച്ച അത്രയും തന്നെ ചെങ്ങ് സ്നേഹിക്കുന്നില്ല എന്ന്. എന്തായാലും പിറ്റേ ദിവസം ഷീശോങ് ആണെങ്കിൽ ജിയാങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നുടനെ തന്നെ ഇതേപോലെ ചെങ്ങ് ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് വാങ്ങാണെങ്കിൽ ഇതിനെ കാര്യം കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങുവാണെന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ജിയാങ് ഷോക്കായിട്ട് നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് വാങ്ങിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. മുമ്പ് നീയാണെങ്കിൽ ചെങ്ങും തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ കള്ളത്തരം പറയാണെന്ന്. എന്നാൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും എനിക്ക് എന്തോ ഉള്ളതുപോലെ തോന്നുന്നു, പാസ്റ്റിൽ ഇനി അവരെ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിയാങ്, ചെങ്ങിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ചെങ്ങിൻ്റെ അടുത്ത് മേ ബി ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലോ, എന്തായിരിക്കും ശരിക്കുള്ള സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷീശോങ് പറയുന്നുണ്ട്, വാങ്ങിന് ചെങ്ങിനെ ഇഷ്ടമായിരുന്നെങ്കിൽ വാങ് എന്തിനാ ചെങ്ങിയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പോയത്? ഇനിയിപ്പോൾ വാങ്ങിന് ചെങ്ങുവിനെയാണ് ഇഷ്ടം എങ്കിൽ പിന്നെ അവനെന്തിനാ ചെങ്ങിനെ സ്നേഹിച്ചത്? ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഷീശോങ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീയാണെങ്കിൽ ചെങ്ങുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ചെങ്ങുവാണെങ്കിൽ ജിയാങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് ആയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കണ്ടതാണ്. അതുകൊണ്ട് ജിയാങ് പറയുന്നുണ്ട്, ഞാനെങ്ങനെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നീ എന്തിനാ നിൻ്റെ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇൻറ്റിമേറ്റ് ആയതെന്ന് എങ്ങനെ ചോദിക്കാന്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷീശോങ് ആണെങ്കിൽ വാങ്ങിൻ്റെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അതിനൊക്കെ മുന്നേ തന്നെ അവൻ ഏതോ ഒരു ദിവസം വീട്ടിൽ വന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് പോയതിന് ശേഷം കമ്പനിയിൽ നിന്ന് ഇവൻ്റെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈറ്റും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഡോറിൽ നോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്തത് വാങ്ങാണ്. വാങ്ങിനെ കാണുമ്പോൾ നീ എന്താ ഇവിടെ എന്ന് ഷീശോങ് ചോദിക്കുമ്പോൾ വാങ്ങി, ഇതെൻ്റെ വീടല്ലേ, അപ്പോൾ പിന്നെ ഞാനിവിടെ ഉണ്ടാകുമല്ലോ, അല്ല നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഷീശോങ് അപ്പോൾ ഞാൻ നിൻ്റെ ചേട്ടനെ കാണാൻ വന്നതാണ്, നിൻ്റെ ചേട്ടൻ എന്നെ ബോക്സിങ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാങ്ങ് അവൻ ഉറക്കമാണെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഷീശോങ് അപ്പോൾ കൊണ്ടുവച്ച ലൈറ്റും സംഭവങ്ങളും ഡെക്കറേഷൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിനക്കാണെങ്കിൽ ഇതിലൊക്കെ നല്ല അടിപൊളി കഴിവാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷീശോങ് ആണെങ്കിൽ കഴിവുള്ളതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി നടത്തുന്നത് എന്ന് തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം വാങ്ങാണെങ്കിൽ നിൻ്റെ പേരെന്താ ഇങ്ങനെ ഇട്ടത്, ഭയങ്കര വെറൈറ്റി നെയിമാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീശോങ്, നീ ഭയങ്കര വിയേർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഷീശോങ് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ചെങ്ങുമായിട്ട് സംസാരിച്ച് മുമ്പത്തെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാത്തത്? കണ്ടിട്ട് നിങ്ങൾക്ക് മൂന്നുപേർക്കും പരസ്പരം വീണ്ടും കൂട്ടാവാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വാങ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോയി ഇപ്പോൾ ചെങ്ങിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും ചെങ്ങും വീണ്ടും സെറ്റാവാൻ ചാൻസ് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ചെങ്ങ് എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും മിണ്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷീശോങ് ആണെങ്കിൽ, ഞാനിവിടെ നിങ്ങളെല്ലാവരും വീണ്ടും നല്ല ഫ്രണ്ട്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വാങ് അപ്പോൾ താങ്ക് യു എന്ന് പറയുമ്പോഴത്തേക്കും ഷീശോങ്, നിനക്ക് വേണ്ടിയിട്ടല്ല ചെങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാങ്, ഓഹോ അങ്ങനെയാണോ, ഞാനൊരു തമാശയ്ക്ക് നീയും ചെങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീശോങ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. വാങ് അപ്പോൾ ചുമ്മാ തമാശ പറഞ്ഞതാ, ശരി ഞാൻ പോയി ഇനി എൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. വാങ് അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇത്രയും നേരം വാങ്ങിൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരുന്ന ഷീശോങ്ങിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അതിനുശേഷം വാങ്ങിൻ്റെ ചേട്ടൻ വരുന്നുണ്ട്. ഷീശോങ്ങിനാണെങ്കിൽ ബോക്സിങ് പഠിപ്പിക്കുന്നുണ്ട്. കുറേ നേരം
ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങിന് എന്തോ തീരെ ഇഷ്ടപ്പെടാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വാങ്ങിൻ്റെ ചേട്ടൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാമെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് എന്നാൽ ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിൻ്റെ അടുത്തും ബായ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞതും വാങ് അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഷീഷോങ്ങിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലേ, നല്ല വലിയ രസമുള്ള കണ്ണാണല്ലേ, സത്യം പറഞ്ഞാൽ ഹാൻസം ആണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിന് അവൻ്റെ ചേട്ടൻ മറുപടി കൊടുക്കുന്നില്ല. ആ സമയം വാങ് എഴുന്നേറ്റ് പോയിട്ട് എന്തു പറ്റി, അവൻ്റെ മുന്നിൽ നീ ആണെങ്കിൽ പൂച്ചേനെ പോലെ ആയിരുന്നല്ലോ, എന്നാൽ എൻ്റെ അടുത്ത് നീ നേരെ തിരിച്ചാണല്ലോ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനും അവൻ്റെ ചേട്ടൻ മറുപടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് വാങ് നീ എന്താ പൊട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതേന്ന് പറയുന്നുണ്ട് അവൻ്റെ ചേട്ടൻ. ആ സമയം വാങ്ങാണെങ്കിൽ നോയിക്കോ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതിന് ശരിയാക്കി തരാമെന്ന് പറയാനായിട്ട് വരുന്നതും വാങ്ങിൻ്റെ ചേട്ടൻ അവനെ വലിച്ചെടുത്തുകൊണ്ട് മരുന്ന് കഴിക്കാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് മരുന്നിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് മരുന്നെടുത്ത് അവൻ്റെ വായ്ക്കകത്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വാങ്ങ് തട്ടി മാറ്റിയിട്ട് നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഇത്രയും കാലമെങ്കിൽ അമ്മയുടെ അടുത്ത് നീ നല്ല പയ്യനാണെന്ന് പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ഈ നേരം കൊണ്ട് നിന്നെ വീട്ടിനടിച്ച് പുറത്താക്കിയേനെ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ ചേട്ടനാണെങ്കിൽ മര്യാദയ്ക്കിരുന്നോ എന്നുള്ള രീതിയിൽ അവനായിട്ട് വീണ്ടും ഒന്നുകൂടെ കൊടുക്കാൻ വരുന്നുണ്ട്. വാങ്ങപ്പോ നീ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ നോക്കിക്കോ, അതിനെ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ കമ്പനിയിൽ ഇരുന്നിട്ട് അവൻ്റെ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ബോക്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ അത് കാണിക്കാനായിട്ട് ജിയാങ്ങിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ജിയാങ് വരുമ്പോൾ ഇത് കാണിക്കാനാണോ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ അടിപൊളിയല്ലേ, വാങ്ങിൻ്റെ ചേട്ടൻ പഠിപ്പിച്ചതാ, വാങ്ങിന് ഒരു ചേട്ടനുള്ള കാര്യം നീ അറിഞ്ഞായിരുന്നോ, ചെങ്ങു എങ്ങാനും നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജിയാങ് ഇല്ലാന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷീഷോങ് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം, വാങ്ങിന് ഒരു ചേട്ടനുണ്ട്, എൻ്റെ പൊന്നെ പൊളിയാണ്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷീഷോങ് നീ നേരിട്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ നീ ഇത്രയും പൊക്കി പൊക്കി പറയുന്നുണ്ടല്ലോ, നിനക്ക് ആളെ ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നതെന്ന് ഷീഷോങ് തിരിച്ച് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ പിന്നെ ചെങ്ങിൻ്റെ കാര്യമോ, ചെങ്ങങ്ങാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ജലസായിട്ട് നിന്നെ തീർക്കൂന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് അതിനൊക്കെ മുന്നേ തന്നെ അവൻ എന്നെ ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്, പിന്നെ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ സ്വയം പറയുന്നുണ്ട്. ആ സമയം അതേക്കുമ്പോൾ ജിയാങ്ങിനും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് അടുത്ത ദിവസം ഷീഷോങ് ആണെങ്കിൽ വാങ്ങിൻ്റെ ചേട്ടൻ്റെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ബോക്സിങ്. അതുകൊണ്ട് അവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കുന്ന ടൈമിന് വാങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ട് കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എങ്ങനെ പോകുന്നു. ഷീഷോങ് അപ്പോൾ ഭയങ്കര പാടാണ്, പ്രോഗ്രാമിങ് കാര്യങ്ങളൊന്നും നേരെ ചെയ്യാൻ പറ്റുന്നില്ല, ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. വാങ്ങിൻ്റെ ചേട്ടനപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിലാണെങ്കിൽ എനിക്കും വർക്കൗട്ട് ആവാതെ വന്നപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന മറ്റൊരാളെ കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിൽ എല്ലാം റെഡിയാക്കിയത്, ഒരുപക്ഷെ അയാളുടെ കാർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും, എങ്കിൽ ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാനായിട്ട് പോവാണ്. ആ ടൈമിൽ ഷീഷോങ് കൂടെ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ടേബിളിൽ വാങ്ങിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇരിക്കുന്ന കാണുന്നത്. അതിപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ വാങ്ങിൻ്റെ ചേട്ടൻ കാണും എന്നുള്ളതുകൊണ്ട് തന്നെ ഷീഷോങ് പെട്ടെന്ന് ആ ഒരു പേപ്പറിൻ്റെ 2-3 ഫോട്ടോസ് എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയം തന്നെ അവൻ്റെ ചേട്ടൻ ആ ഒരു കാർഡ് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ വാങ്ങിൻ്റെ ചേട്ടൻ ആ ഒരു കാർഡ് ഷീഷോങ്ങിൻ്റെ കൈ കൊടുക്കുമ്പോൾ ഷീഷോങ് തിരിച്ച് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് ചെങ്ങാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഷീഷോങ്ങിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അതേ ടൈമിന് തന്നെയാണ് വാങ്ങിൻ്റെ ചേട്ടൻ ഷീഷോങ്ങിന് മെസ്സേജ് ഇട്ടിട്ട് ആ ഒരു പ്രോഗ്രാമിംഗ് എല്ലാം റെഡിയായോ എന്ന് ചോദിക്കുന്നത്. ചെങ്ങ് അപ്പോൾ ഫോൺ എടുത്തിട്ട് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ എടുത്തിട്ട് ആ ഒരു കോൺടാക്റ്റ് ബ്ലോക്ക് ചെയ്യാണ്. ആ ടൈമിൽ തന്നെ ഷീഷോങ് കുളിച്ചിട്ട് എന്തോ ഇറങ്ങി വരുന്നുണ്ട്. നേരെ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയിട്ട് വാങ്ങിൻ്റെ ചേട്ടനുമായിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് തന്നെയാണ് എടുത്ത് നോക്കുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് ബ്ലോക്കായി കിടക്കുന്നത്. അവന് മനസ്സിലാവുന്നുണ്ട് ചെങ്ങാണ് ബ്ലോക്ക് ആക്കി ഇട്ടേന്ന്. അവനപ്പം തന്നെ അത് അൺബ്ലോക്ക് ആക്കിയിട്ട് വാങ്ങിൻ്റെ ചേട്ടനുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ചെങ്ങിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയം ചെങ്ങ് ചോദിക്കുന്നുണ്ട് ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന്. എന്നാൽ ഷീഷോങ് അതിനൊരു മറുപടി കൊടുക്കാതെ ഇവിടെ തീരെ റേഞ്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിന് ദേഷ്യം വന്നിരിക്കുന്ന ചെങ്ങാണെങ്കിൽ ഉടനെ തന്നെ വാങ്ങിന് മെസ്സേജ് ഇട്ടിട്ട് ഇന്ന് ഷീഷോങ് നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് വാങ്ങ് വന്നായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ കൂടെ ബോക്സിങ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം ഷീഷോങ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാങ് അത് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. 2-3 ഫോട്ടോസ് എടുത്ത് ചെങ്ങിന് അയക്കുന്നുണ്ട്. ചെങ്ങ് ഉടനെ തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. വാങ്ങാണെങ്കിൽ ഇവർ തമ്മിൽ അടി ഉണ്ടാകുന്ന കാണാനായിട്ട് നോക്കി നിൽക്കാണെന്ന് തോന്നുന്നുണ്ട്. കാരണം വാങ്ങാണെങ്കിൽ ഡോറിൻ്റെ അവിടെ തന്നെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ചെങ്ങ് വന്ന് ഡോറിൽ തട്ടുന്നതും ഇവരാണെങ്കിൽ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. ചെങ്ങ് അകത്തേക്ക് കയറി നോക്കുന്നതും ഷീഷോങ്ങും വാങ്ങിൻ്റെ ചേട്ടനും കൂടെ ആയിട്ട് ബോക്സിങ്ങിൻ്റെ ഒരു പോസ്റ്റിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ചെങ്ങിനെ കാണുമ്പോൾ ഷീഷോങ് നീ എന്താ ഇവിടെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് മറുപടി എന്ന് പറയുന്നില്ല. ഷീഷോങ്ങിനെ തൂക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ഒന്നും പറയാനൊന്നും സാവകാശം കൊടുക്കുന്നില്ല. നമ്മുടെ ഷീഷോങ്ങിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ചെങ്ങാണെങ്കിൽ ഇനിയെങ്കിലും മര്യാദയ്ക്ക് അനുസരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഷീഷോങ് എൻ്റെ ഞാൻ പോയി ബോക്സിങ് പഠിക്കണ്ടേ, ഞാൻ ബോക്സിങ് പഠിച്ചില്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ എനിക്ക് തിരിച്ച് അടിയുണ്ടാക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ചെങ്ങാണെങ്കിൽ നീയാണെങ്കിൽ ഈ ബോക്സിങ് പഠിക്കാൻ പോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിനക്ക് ഫുൾ ടൈം അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷീഷോങ് നീ എന്താ ചെങ്ങുവിൻ്റെ കൂടെ പോയി നിൽക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ എന്നാ നീ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് അതൊന്നുമില്ല, വാങ് നീ ഒരുമിച്ച് നിൽക്കുന്നതിനേക്കാളും നീയും ചെങ്ങുവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല മാച്ച് ഉണ്ട് എന്ന് പറയാണ്.
അതേക്കുമ്പോഴത്തേക്കും ചെങ്ങൊന്ന് ചിരിച്ചിട്ട് നിനക്ക് വീണ്ടും പണിഷ്മെൻറ്റ് വേണോ അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഇൻറ്റിമേറ്റ് ആവാനായിട്ട് അവനെ പിടിച്ച് കിടത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ് അവൻ്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫുകളെ ഓരോരോ അസുഖങ്ങളും അതിൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഷീഷോങ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവരെ പറഞ്ഞു വിടാണ്. എന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് വാങ്ങിൻ്റെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഫോട്ടോ എടുത്തത് കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യമെന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. ജിയാങ് വായിച്ചിട്ട് പറയുന്നുണ്ട് അവന് ബൈപ്പോളാർ ഡിസീസാണ്, കൂടെ ഭയങ്കര ആൻസൈറ്റി ഉണ്ട്. ഞാനും മെങ്ടാവും തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ എനിക്ക് അതേ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ട് അവൻ്റെ കണ്ടീഷൻ എന്നെക്കാളും സീരിയസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷീഷോങ് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഡെലൂഷനാണ്, ഓരോന്നൊക്കെ ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും, പിന്നെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരാനും ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. കറക്റ്റ് ടൈമിനാണ് അങ്ങോട്ടേക്ക് വാങ് കയറി വരുന്നത്. വാങ്ങാണെങ്കിൽ വരുമ്പോഴത്തേക്കും ഷീഷോങ് വിചാരിക്കുന്നത് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്നാണ്. എന്നാൽ വാങ് ചെന്ന് ജിയാങ്ങിൻ്റെ തോളത്ത് കയറ്റിട്ട് ഹലോ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ഷീഷോങ് നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വാങ് പറയുന്നുണ്ട് നിനക്കറിയാൻ പാടില്ല, ഞാനും ഇവനും ഭയങ്കര ക്ലോസാണ്, ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ട് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നിങ്ങൾ ഒരുമിച്ചോ, നീ എന്താ നിൻ്റെ അടുത്ത് ഇതായിട്ട് പറയാത്തതെന്ന് ജിയാങ്ങിനോട് ചോദിക്കുമ്പോൾ ജിയാങ് അതൊക്കെ കണ്ണു വെച്ച് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ജിയാങ്ങും ഷീഷോങ്ങും തമ്മിൽ അഭിനയിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ജിയാങ് ആണെങ്കിൽ അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ഷീഷോങ് വേണ്ട ഒന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാങ്ങാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ അടുത്ത് നീ ജിയാങ്ങിൻ്റെ അടുത്ത് ഒന്നും തുറന്ന് പറയാൻ നിൽക്കണ്ട, കാരണം എങ്ങാനും അവൻ എൻ്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞു തന്നാലോ നീ അവനെ വിശ്വസിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജിയാങ്ങും ഷീഷോങ്ങും അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഷീഷോങ് ശരിയാ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, എന്തായാലും നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലല്ലോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ജിയാങ് ആണെങ്കിൽ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുന്നതിലേക്ക് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ വാങ് പറയുന്നുണ്ട് മതി മതി അഭിനയിച്ചത്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. അതേസമയം ഷീഷോങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് അവിടെ വാങ്ങിൻ്റെ ചേട്ടൻ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഷീഷോങ്ങിനെ കാണുമ്പോഴത്തേക്കും അവനെയും കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചെന്ന് കളിക്കാൻ നിൽക്കുമ്പോൾ ഷീഷോങ്ങിന് നേരെ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വാങ്ങിൻ്റെ ചേട്ടൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചിരാന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നത്. ചെങ്ങ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കാണുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചെങ്ങിൻ്റെ കയ്യിൽ അവന് പാമ്പുണ്ടായിരുന്നു. ചെങ്ങ് അവർ രണ്ടുപേരും നോക്കിയിരിക്കുന്ന സമയത്ത് വാങ് ചെങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചെങ്ങിൻ്റെ പാമ്പിനെ കയ്യിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിൻ്റെ അടുത്ത് ആ തിരിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വാങ് കൊടുക്കാതെ അതിനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വാങ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് മുമ്പ് തന്ന കുറേ പാമ്പുകൾ ഇപ്പോഴും നിൻ്റെ ഉണ്ടല്ലോ, അതിനെയൊക്കെ എനിക്കൊന്ന് കാണിച്ചാൽ നിൻ്റെ പാമ്പുകളുള്ള ഫാമിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ ഇവൻ്റെ അടുത്ത് നീ മുമ്പ് കാണിച്ചു വിട്ട കാര്യങ്ങളൊക്കെ കൊണ്ടല്ലേ ഈ സിറ്റുവേഷനിലൊക്കെ ആയിരിക്കുന്നത്, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. വാങ്ങപ്പോൾ എന്നെ ഇങ്ങനെ കുറ്റം പറയാതിരുന്നൂടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചെങ്ങിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഷീഷോങ് വാങ്ങിൻ്റെ ചേട്ടനോടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ടൈമിന് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന കണ്ടിട്ട് ഷീഷോങ് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും വാങ്ങും ചെങ്ങും ഒരുമിച്ച് കാറിൽ കയറി പോകുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഷീഷോങ്ങിനെ സങ്കടമാവുന്നുണ്ട്. വീണ്ടും അടുത്ത് ചെങ്ങിനെയും വാങ്ങിനെയും കാണിക്കുമ്പോൾ അവരിങ്ങനെ കാറിൽ ഇരുന്ന് പോകുന്ന ടൈമിന് ചെങ്ങിനൊരു കോൾ വരുന്നുണ്ട്. ഷീഷോങ്ങിൻ്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കോൾ വന്നത്. ഉടനെ തന്നെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ചെങ്ങ് ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും കോൾ കെട്ടിയുന്നുണ്ട്. എന്നിട്ട് വാങ്ങിൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ചെങ്ങ് പോകുന്നുണ്ട്. ഇറക്കി വിടുമ്പോൾ വാങ്ങിന് സങ്കടമാവുന്നുണ്ട്. ചെങ്ങിൻ്റെ പാമ്പും വാങ്ങിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട്. ആ പാമ്പ് നനയാതിരിക്കാനായിട്ട് വാങ് മറച്ച് പിടിക്കുന്നുണ്ട്. അടുത്ത ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഒരു ബെഞ്ചിൽ മഴയത്ത് നനഞ്ഞുകൊണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ ടൈമിന് വാങ്ങിൻ്റെ ചേട്ടൻ വന്നിട്ട് അവനെ കുട പിടിച്ച് കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ മഴയത്തിരിക്കുന്നത്. ഷീഷോങ് അപ്പോൾ ഞാൻ മഴയത്തിരുന്നതല്ല, ഞാനിവിടെ വന്നിരുന്നപ്പോഴത്തേക്കും മഴ പെട്ടെന്ന് പെയ്തതാ, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്താ മഴ പെയ്തിട്ട് മാറിയിരിക്കാത്ത എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ എല്ലായിടത്തും മഴ പെയ്യില്ലേ, ഞാനിപ്പോൾ എങ്ങോട്ട് പോകാനാ, നിൻ്റെ അനിയൻ എൻ്റെ പാമ്പിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഷീഷോങ് ചെങ്ങിൻ്റെ കാര്യം ഓർത്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് വാങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ശരി അതിനെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം, നീ എന്നോട് വാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുമ്പ് നടന്നൊരു സീനാണ്. ഷീഷോങ് ആണെങ്കിൽ വാങ്ങിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്ച്വലി ഷീഷോങ് വരുന്നതിന് മുമ്പേ വാങ് തന്നെ അവിടെ ടേബിളിൽ ഡ്രോയറിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചതായിരുന്നു മനഃപൂർവ്വം. അതൊരു പക്ഷേ ഷീഷോങ് കാണണമെന്ന് കരുതി തന്നെ അവൻ ചെയ്തതായിരിക്കും. എന്തായാലും അതും കൂടെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് ബൈ.